ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു വെജ് റോൾ ഉണ്ടാക്കിയല്ലോ. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയൊരു റോൾ ഐറ്റമാണ് ഇത്. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ചോളം ഉണ്ടല്ലോ, പോപ്കോണിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്ന ചോളം, അത് ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചേക്കുവാണ്. കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണമേ. പിന്നെ അതിന് ശേഷം ഞാൻ പോപ്കോണിൻ്റെ കോൺ ഞാൻ വേവിച്ച് സൈഡിൽ മാറ്റി വെച്ചു. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു ചട്നി തയ്യാറാക്കിയെടുക്കാം. നമുക്കിത് റോൾ ഉണ്ടാക്കുന്നതിനകത്ത് ചേർക്കാൻ വേണ്ടിയാണ്. അധികം ഒന്നുമില്ല, മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പം എരി ഞാൻ അധികം കൂടുതൽ ഇടുന്നില്ല. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു സ്പൈസസ് ഉണ്ടല്ലോ, അത് മതി. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം ബാക്കി നമുക്ക് പച്ചക്കറി വഴറ്റിയെടുക്കാം. വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കം, ക്യാരറ്റ്, ഉള്ളി, സവാള ഉണ്ടല്ലോ, അതാണ് ഇട്ടേക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ എന്ന് വെച്ചാൽ വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വെന്ത് പോകണ്ട, ഒരു ഹാഫ് വെന്ത് കിട്ടിയാൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കോണുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഞാൻ ഉപ്പും കൂടെ ഒഴിച്ചൊന്ന് വഴറ്റുവാണ്. അതിന് ശേഷം വേവിച്ച് വെച്ചേക്കുന്ന കോണും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. അതിനകത്തോട്ട് നമ്മൾ പിന്നെ കുറച്ച് മസാലയും കൂടെ ചേർക്കണമെന്നുണ്ട്. അധികം മസാലയൊന്നുമില്ല, നമ്മൾ ഹെൽത്തി ആയിട്ടും കുറച്ച് ഡയറ്റും ആയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം മസാലയൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, ഗരം മസാല, ഈ ഒരു 3 മസാല മാത്രമേ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ടു, ഇനി മുളക് പൊടി, പിന്നെ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് ഓറിഗാനോ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു ഫ്ലേവർ. അത് ഇല്ലെങ്കിൽ ചേർക്കേണ്ട, അവോയ്ഡ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഒരു ഇച്ചിരി ഇട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയേ. ഇനി ആ മസാല എല്ലാം ആ വെജിറ്റബിളിലോട്ട് പിടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എണ്ണയ്ക്ക് പകരം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാവേ. വെജിറ്റബിൾ എല്ലാം ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി വെജിറ്റബിൾ വെന്തത്. അതിനകത്തോട്ട് നമ്മൾ ആദ്യമേ മല്ലിയിലയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വെജിറ്റബിളിൻ്റെ മിക്സിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ നോർമൽ ചപ്പാത്തി ഉണ്ടല്ലോ, ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം. അതിനകത്തോട്ട് നമുക്കിത് മിക്സ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാവേ. അപ്പം ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഞാൻ കുറച്ച് ടൊമാറ്റോയുടെ കെച്ചപ്പ് ചേർത്തിട്ടാണ് നമ്മൾ റോള് ചെയ്യുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ചപ്പാത്തി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ച് ചേർക്കുന്നുള്ളൂ. ചേർക്കണമെന്നില്ല, മറ്റേ ആ മിക്സിന് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ചപ്പാത്തിയുടെ അതിൽ തേച്ച് കൊടുത്തു. ഇനിയും വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിളും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ ലാസ്റ്റിലൊന്ന് നോക്കണം, അതിന് ശേഷം വേണം എടുക്കാനേ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അടിവശം നമ്മളൊന്ന് ഇതുപോലെ മടക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ സ്റ്റഫ് താഴോട്ട് ഇറങ്ങിപ്പോകത്തില്ലേ. അപ്പോൾ അത് ഞാൻ അടുത്ത ചപ്പാത്തിയും കൂടെ എടുത്തിട്ട് കെച്ചപ്പ് വരട്ടിയിട്ട് ബാക്കി സ്റ്റഫും കൂടെ വെക്കും. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി രാത്രിയിൽ. അപ്പം നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്. പിന്നെ കോണല്ലേ, എന്താണെന്ന് വെച്ചാൽ നല്ല ഹൈ ഫൈബറാണ്. ഷുഗർ ഒക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ ഷുഗർ കുറയാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് അവോയ്ഡ് ചെയ്യാം. അല്ലാതെ തന്നെ ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഗരം മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ്. പിന്നെ ആ ഓർഗാനോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതായിട്ട് വരും. അപ്പോൾ ഞാൻ ഇത് റോൾ ചെയ്തത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഒത്തിരി ഫ്രൈ ഒന്നുമല്ല, കുറച്ചൊരു എണ്ണ ഒഴിച്ചിട്ട്
അപ്പോൾ വീണ്ടും ആ ചപ്പാത്തിയുടെ റോളാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്നുകൂടി ഇട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാം, ഒരു ക്രിസ്പി ആക്കി എടുക്കാം. അപ്പം നല്ല ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.